ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം ഇവിടെ ഖത്തറിൽ നോമ്പ് ആദ്യത്തെ ദിവസമായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ഇക്കൊല്ലത്തെ നോമ്പ് അടിപൊളിയാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്രാവശ്യത്തെ റമദാന് ഞാനും എൻ്റെ മക്കളും കൂടിയിട്ട് നമ്മളെ വീട് എങ്ങനെയാണ് റമദാൻ തീമിലേക്ക് ഡെക്കറേറ്റ് ചെയ്തതെന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിലെ ലിവിങ് ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഞാൻ മെയിനായിട്ട് റമദാൻ ഡെക്കോർ ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ഇവിടെ തന്നെ മെയിൻ ഫസ്റ്റ് ഡെക്കോർ ചെയ്യാന്ന്. അപ്പം ഇതിൻ്റെ സോഫേൻ്റെ ബാക്കിലുള്ള വാളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് എൻ്റെ മക്കളെ കലാപരിപാടികളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഫസ്റ്റ് ക്ലീൻ ചെയ്യണം. പിന്നെ ലാസ്റ്റ് ടൈമൊക്കെ ഞാൻ പെയിൻറ്റിങ്ങാണ് ചെയ്തത്. ലൈക്ക് മതിലിനൊക്കെ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതിനൊന്നും ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് മക്കൾ ചെയ്ത കാര്യമായതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഈ ഒരു സ്പോഞ്ച് ഞാൻ ഷീന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കലകളും അതുപോലെ തന്നെ മതിലിലെ കച്ചറയും പെന്നിനെ കൊണ്ട് വരച്ചതും പെൻസിലിനെ കൊണ്ട് വരച്ചതും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഈ സ്പോഞ്ച് ഫസ്റ്റ് നമ്മളൊന്ന് വെറ്റാക്കിയിട്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ മതിലിലെ കച്ചറകൾ ഫുള്ള് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അവർക്ക് തന്നെയാണ് ആ ഡ്യൂട്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ആളും 3 സ്പോഞ്ച് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ 3 ആൾ സ്ക്രബിങ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ ബാക്കിലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അവർ സ്ക്രബ് ചെയ്ത സ്ഥലത്തൊക്കെ ഇതുപോലെ വൈപ്പ് ചെയ്ത് കളയുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇത് ഒരു ചളി പിടിച്ച പോലെ ഒരു കല പോലെ ഉണ്ടാവും. നമ്മൾ പെയിൻ്റ് അടിക്കുന്ന കുറേ ടൈം ഇതിൽ നമുക്ക് ലാഭിക്കാൻ പറ്റും. ലൈക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് ക്ലീൻ ആകുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിതിൻ്റെ ലുക്കൊന്ന് കാണിച്ചു തരാം. ലൈക്ക് ആ ഒരു കലകളൊക്കെ പോയിട്ടുള്ളത്. അപ്പം മതിലൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഈ ഒരു കോർണറിലാണ് മെയിനായിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഞാൻ ഒരു ഫ്ലവർ പോട്ടും ലൈറ്റൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഒരു മാറ്റ് വിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള എല്ലാ സംഭവവും സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ റമദാൻ കലണ്ടറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്റ്റാൻഡും കൂടെ അതിൻ്റെ തൊട്ടടുത്ത് വെക്കുന്നുണ്ട്. അപ്പം ഈ ഒരു റമദാൻ കലണ്ടറൊക്കെ ഞാൻ ഷീന്ന് കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ നമ്പേഴ്സ് നമുക്കിതുപോലെ മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു നമ്പേഴ്സും ഞാൻ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കോർണറിൽ ഈ ഒരു കലണ്ടറും സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള എക്സ്റ്റൻഷൻ വയറൊക്കെ കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാനൊരു ഫ്ലവർ പോട്ടും കൂടെ വെച്ചിട്ടുണ്ട്. ഒരു ഗോൾഡൻ തീമിലാണ് മൊത്തത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡെക്കറേഷൻ പീസാണിത്. ഇത് ദസ്പക്കല്ല് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ആ ഒരു സംഭവം കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ലൈറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്യാൻഡിൽസും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിയോൺ ലൈറ്റിൽ വരുന്ന ഒരു മൂണും സ്റ്റാറും കൂടിയുള്ളൊരു സംഭവം കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ലൈറ്റ്സൊക്കെ എനിക്ക് റോണക്കിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റ് വന്നപ്പോൾ തന്നെ അതിൻ്റെ ലുക്ക് കംപ്ലീറ്റ്ലി മാറി. ഭയങ്കര രസമുണ്ടായിരുന്നു ആ ഒരു ലൈറ്റ്. ലൈക്ക് നിയോൺ ലൈറ്റിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കോസി ഫീലും അതുപോലെ തന്നെ ഭയങ്കര ലുക്കായിരുന്നു അവിടെ. ഇനി ഞാൻ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റാൻഡിൽ ഒരു പിങ്ക് ബ്ലോസം ഒരു ഫ്ലവറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർ വൈറ്റും ഗോൾഡും ആ ഒരു തീമിലാണ് ഈ ഒരു കോർണർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലൈറ്റ്സും ക്യാൻഡിലൊക്കെ ഓണാക്കിയപ്പോൾ തന്നെ ഭയങ്കര ഒരു വൈബായി. ലൈക്ക് റമദാൻ വൈബിലേക്ക് വന്നു. വീട് മൊത്തത്തിലൊരു നമുക്കൊരു റമദാൻ ലുക്കിലേക്ക് വന്ന പോലെ ഉണ്ട്. ആ ഒരു ചെറിയ ഡെക്കോർ തന്നെ ഭയങ്കര ലുക്ക് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ടോട്ടൽ വ്യൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ലിവിങ് റൂമിൻ്റെ കോർണർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പ്ലേസ് ഉണ്ട്. അപ്പം അതിന് ഞാൻ 2 ക്രീപ്പേഴ്സായിട്ട് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു ഭയങ്കര ലുക്കായിരുന്നു ഹാളിന്. അപ്പം ഈ ഒരു ഡെക്കോർ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പോകുന്നൊരു പാത്തിൽ ഒരു ചെറിയൊരു ഡെക്കറേഷൻ. ഇത് കണ്ടുപിടിച്ചത് ഇസു ആണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെക്കോറാണിത്. അപ്പം ഇത് ചെയ്യണമെന്ന് ഇസുവിന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ വീട്ടിലും അതിന് പറ്റിയൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു PVC പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ആ ഒരു PVC പൈപ്പ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ത്രെഡ് ഇതുപോലെ കൊടുത്ത് മീൻസ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് പൈപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ലൈക്ക് നമുക്ക് പൊട്ടി വെക്കുന്നെങ്കിലും അവിടെ സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അധികം പ്രിക്കോഷൻസ് ഒന്നും ഇല്ലാണ്ട് ചെയ്തൊരു ഡെക്കോറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഹാങ്ങിങ് ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു പൈപ്പിന് ഫുള്ള് ക്രീപ്പേഴ്സ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ലൈറ്റ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വല്ല പണിയൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. പക്ഷെ കാണാനും നല്ല ഭംഗിയുണ്ട്. ലൈക്ക് ലൈറ്റൊക്കെ വരുമ്പം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഡെക്കറേഷൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ മുതൽ ഇസു പറയാൻ തുടങ്ങിയത്, ഉമ്മ നമുക്കിത് ചെയ്യണം, നല്ല രസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എല്ലാ പ്രാവശ്യവും ഞാൻ റമദാൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് റൂമിൽ ഡെക്കറേഷൻസൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മക്കൾക്ക് ഭയങ്കര മെമ്മറി പോലെയാണ്. ഞാൻ ഓരോരോ തവണ ചെയ്യുമ്പോഴും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചെയ്യാൻ കുറച്ച് ലേറ്റായി. അപ്പം അവരിങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും ഭയങ്കര ആവേശമായിരുന്നു ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ കൂടെ ഇപ്രാവശ്യം ഫുൾ ഓൺ പവർ എന്ന് പറയുന്ന പോലെ രണ്ടാളും ഭയങ്കര ഇൻട്രസ്റ്റിലുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു തീം ഫുൾ കംപ്ലീറ്റ് ചെയ്തത് ഇസു ഐസിനും കൂടിയിട്ടാണ്. അപ്പം ഇത് കാണാൻ ഞാൻ കുഞ്ഞു ഹെൽപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവൻ ഈ ലൈറ്റ് വരെ സെലക്ട് ചെയ്തത് ഇസു ആണ്. അപ്പം ഈ ലൈറ്റ്സ് ഞാൻ അൻസാർ ഗാലറിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ലുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു റമദാൻ പ്ലാനർ സെറ്റ് ചെയ്യുന്നുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട്. ഇസുവിന് ഇപ്രാവശ്യം ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റമദാൻ പ്ലാനർ വേണമെന്ന്. അപ്പോൾ ഞാൻ ക്യാൻവയിൽ രണ്ടാൾക്കും വേണ്ടിയിട്ടുള്ള ഇസാക്കും ഐസിക്കും സെപ്പറേറ്റ് വേണ്ടിയിട്ടുള്ള പ്ലാനേഴ്സ് ഡിസൈൻ ചെയ്തിട്ട് അത് പ്രിൻ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുട്ടി പ്ലാനറാണ്. അപ്പം അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും നോമ്പെടുക്കാനും അതുപോലെ തന്നെ ഓരോരോ നല്ല കാര്യങ്ങൾ ചെയ്യാനും. പൊതുവേ നമ്മൾ അങ്ങനെയാണല്ലോ പറയുക, നമ്മൾ ശീലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മളെ ലൈഫിൽ അത് കണ്ടിന്യൂ ആയിട്ട് പോകും. അപ്പം അവർ ഓരോന്നായിട്ട് ചെയ്ത് അത് റെക്കോർഡ് ചെയ്യുമ്പം അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അവർ റമദാൻ പ്ലാനർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുന്ന ടൈമിൽ ഞാൻ പെട്ടെന്നൊരു ഐഡിയ വന്നത് റമദാനിന് കട്ടൗട്ടാക്കിയിട്ട് നമ്മൾ TV സ്റ്റാൻഡിൻ്റെ മുകളിൽ വെക്കാമെന്നുള്ളൊരു പ്ലാന്. അപ്പോൾ അതും കൂടെ ഞാൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഗോൾഡൻ ഷീറ്റ് ഉണ്ടല്ലോ, ഗ്ലിറ്റർ ഷീറ്റ്, അതിൽ റമദാനിൽ ഔട്ട്ലൈന് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇത് ഞാനൊരു ഫോം ബോർഡിലേക്ക് കുറച്ച് കട്ടിയിലൊരു ഫോം ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാണ്. ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാർഡ് എന്തെങ്കിലും അല്ലെങ്കിൽ സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ആ ഒരു ഗ്ലൂ എല്ലായിടത്തും ഈക്വലായിട്ട് വരും. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യാനും ഭയങ്കര ഈസി ആയിരിക്കും. ഇനി ഇത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം നമുക്കൊരു നൈഫ് വെച്ചിട്ട് ഈ ഔട്ട്ലൈൻ വന്നതിലേക്കൂടി തന്നെ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് സ്ലോ പ്രോസസ്സാണ്, ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം, എന്നാലും മാത്രമേ ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള നൈഫും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിൻറ്റഡ് പെൻ ടൈപ്പുള്ള നൈഫാണ്. അപ്പം കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു TV സ്റ്റാൻഡിൻ്റെ താഴെ വരുന്നൊരു സ്റ്റാൻഡിലാണ് ഞാൻ ആ ഒരു കട്ടൗട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റണ്ണർ ഇട്ട് കൊടുക്കുന്നുണ്ട് ടേബിളിൻ്റെ മുകളിൽ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു കട്ടൗട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിതിന് ബാക്കിലൊരു സ്റ്റാൻഡൊക്കെ ആക്കിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ജസ്റ്റ് ഒരു ഫോം ബോർഡ് അടിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇത് ഒന്ന് ബാക്കിലൊന്ന് സപ്പോർട്ട് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതുപോലെയാണ് ഉണ്ടാവുക ഈ ഒരു കട്ടൗട്ട്. കാണാൻ നല്ല ലുക്കുണ്ട്. എന്താ പറയുക, വേറെ തന്നെ ഒരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലിറ്റർ ഷീറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഞാൻ ഓരോരോ ലാൻറ്റേൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കാൻഡിൽസും കൂടെ വെച്ച് കൊടുക്കണം. അപ്പം ഇതാണ് ഈ ഒരു TV സ്റ്റാൻഡിൻ്റെ താഴെയുള്ള ഒരു ലുക്ക് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഡൈനിങ് ഹാളിൽ കുറച്ച് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ ഇതൊക്കെ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുക ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വെച്ച് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു തീമിലുള്ള കുറച്ച് പ്രിൻറ്റബിൾസ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വാളിൽ സ്റ്റിക്ക് ചെയ്യാണ് ചെയ്തത്. ഇത് ഞാൻ ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇങ്ങനെയാണ് ഫൈനലി ഞാൻ ഒട്ടിച്ചിട്ട് ഉള്ള ലുക്ക്. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഡൈനിങ് ടേബിൾ ഉണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പം ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ മക്കൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നന്നായിട്ട് മോശമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ടേബിൾ കവർ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു എന്താ പറയുക, ലൈസിൻ്റെ മോഡലിൽ വരുന്ന നല്ല ഹാങ്ങിങ്സൊക്കെ ആയിട്ടുള്ള ടെസൽസിലുള്ള ഒരു അടിപൊളി ടേബിൾ മാറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഷീന്നാണ്. അപ്പം ഇത് നമ്മൾ ഷീന്ന് എപ്പോഴും വാങ്ങിക്കുമ്പോൾ എല്ലാം മെഷർ ചെയ്തിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ടേബിളൊക്കെ മെഷർ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ടേബിൾ മാറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ലൊരു പാറ്റേണിലുള്ളൊരു അടിപൊളി മാറ്റാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മിനി റണ്ണേഴ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൈക്ക് നമ്മൾ ടേബിൾ മാറ്റ് ഉണ്ടല്ലോ സിംഗിളായിട്ടില്ല, അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് ഒരു ചെറിയൊരു ഡെക്കറേഷൻ സെറ്റപ്പ് റെഡിയാക്കുന്നുണ്ട്. അതിൽ ഞാനൊരു ഫ്ലവർ വേസും പിന്നെ ഒരു ലാൻറ്റേണും പിന്നെ ഒരു മിനി ലാൻറ്റേണും പിന്നെ ഈത്തപ്പഴമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബൗളും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ല ഈത്തപ്പഴം മാത്രം അതിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടിഷ്യൂ വെച്ചിട്ടുണ്ട് ഒരു ടിഷ്യൂ ഹോൾഡറിൽ. അപ്പോൾ ടിഷ്യൂ ഹോൾഡറിൽ റമദാൻ മുബാറക് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഹോൾഡറാണ്. അപ്പം അതും ഒരു റമദാൻ വൈബിൽ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ടേബിൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ടേബിളിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫൈനലി ഞാൻ ഇങ്ങനെയാണ് ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ചെറിയൊരു കോഫി ടേബിളും കൂടെ ബാക്കിയുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ലിവിങ് റൂമിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലും ജസ്റ്റ് ഒരു മാറ്റും പിന്നെ ഒരു ഫ്ലവർ വേസും പിന്നെ ഒരു ബുഹൂറ് കത്തിക്കുന്ന സംഭവം പിന്നെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയ്ക്കാണ് ഇപ്രാവശ്യത്തെ റമദാന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ ചെയ്ത ഡെക്കറേഷൻസ്. അപ്പം ഇതിൽ ഏത് ഡെക്കോറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം, ഏത് ഏരിയയിൽ ചെയ്തിട്ടുള്ളതാണെന്ന്. ഏകദേശം ഈ ഒരു ഡെക്കറേഷൻസൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ പ്രിൻ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇസാക്കും ഐസിക്കുമുള്ള റമദാൻ പ്ലാനേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയ്ക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ ഇപ്രാവശ്യത്തെ റമദാൻ എല്ലാവർക്കും നല്ല അടിപൊളിയും സമൃദ്ധിയും സമാധാനവും ഉള്ള ഒരു അടിപൊളി റമദാൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.